നോക്കൂ, ഒരു ദുരന്തമുണ്ടായാൽ ഒരു സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട റോൾ ഏത് സമയത്താണ്? അത് പുനരധിവാസത്തിലാണ്. കാരണം എന്ന് വെച്ചാൽ ദുരന്തമെന്ന് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവിക്കുന്ന സമയത്ത് അവിടെയുള്ള മനുഷ്യർ, അല്ലെങ്കിൽ ആ പ്രദേശത്തെ മനുഷ്യർ, അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന മനുഷ്യർ, അവർ കൂട്ടായിട്ടാണ് ഈ ദുരന്തത്തെ പ്രതിരോധിക്കുന്നതും ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതും ഒക്കെ. പിന്നീടാണ് സൈന്യം വരുന്നതും, പിന്നീടാണ് ഈ പറയുന്ന മറ്റ് ഫയർഫോഴ്സ് പോലെയുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ വരുന്നത്. ആ പ്രാദേശികമായി തന്നെ രൂപപ്പെടുന്ന ഒരു സേനയുണ്ട്. ആ സേനയാണ് ഈ പറയുന്ന ആദ്യത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് കാണാൻ കഴിയുന്നൊരു കാര്യം, എപ്പോഴൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ വലിയ കൂട്ടായ്മകളും കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ അതിനെ അതിജീവിച്ചിട്ടുള്ളത്. ഇവിടെ ഓരോ സർക്കാരുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആ ദുരന്തത്തിന് ശേഷം ഈ മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നതിൽ തന്നെയാണ്. അതിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, അങ്ങേയറ്റം പരാജയമാണ് കേരളം എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ നാളെ ഇപ്പോൾ കവളപ്പാറയുടെ 5ാമത്തെ വാർഷികമാണ്. 2019 ഓഗസ്റ്റ് 8 കവളപ്പാറ ദുരന്തമുണ്ടായത്. 59 പേരാണ് മരിച്ചത്. ഹൈക്കോടതി പല തവണ സർക്കാരിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കക്ഷി ചേർക്കുമെന്ന് വരെയുള്ള നിലപാട് ഹൈക്കോടതി എടുത്തിട്ടുണ്ട്. അപ്പം പുനരധിവാസം എന്ന് പറയുന്നതിനാണ് സർക്കാർ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അവിടെയാണ് അവർക്ക് റോളുള്ളത്. ആ റോൾ നിർവഹിക്കുന്നതിൽ എല്ലാ ഘട്ടങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ട് സർക്കാരുകൾ. അത് ഏത് പാർട്ടി നേതൃത്വം കൊടുത്താലും അത്തരം പരാജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് ദൗർഭാഗ്യകരമാണ്. ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു കാര്യം, വയനാട്ടിലൊരു സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നു. 100%. ഇപ്രാവശ്യം ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് പൂർണ്ണമായി അത് നിങ്ങൾ നോക്കിക്കോ. ഇപ്പം മന്ത്രിമാരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും നമ്മളോടുള്ള റെസ്പോൺസ് എന്താണ്? വളരെ ഉത്തരവാദിത്വത്തോടുകൂടി റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടിയാണ്. മുൻപ് കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം വളരെ ശ്രദ്ധയോടുകൂടി അവർ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് മാത്രമല്ല, ജനങ്ങളിത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഞാൻ സംസാരിക്കുന്നത് ജനങ്ങളോടാണ് എന്നും അവരിതെല്ലാം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണെന്നേ ഓരോ മന്ത്രിയും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐക്യവും ഒരു ശ്രദ്ധയും നിശ്ചയമായും വലിയൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഈ വയനാട്ടിലെ പുനരധിവാസത്തെക്കുറിച്ചൊരു വലിയ സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ശ്രദ്ധയോടുകൂടി ഒരു പക്ഷേ സർക്കാരിന് പ്രവർത്തിക്കേണ്ടി വരും. ഈ താൽക്കാലിക പുനരധിവാസം എന്ന് പറയുന്നത് വലിയ ഒരു അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അതിനകത്തൊരു തട്ടിപ്പ് കൂടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ താൽക്കാലിക പുനരധിവാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്കുള്ള ശ്രദ്ധയൊക്കെ പതിയെ കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ നഷ്ടങ്ങളും ഈ ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചിട്ട് ആളുകൾ അവരുടെ ഒരു പരാതിയായിട്ട് പിന്നെ കോടതിയെ സമീപിക്കുന്ന കാഴ്ചയാണ് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത്. കിട്ടേണ്ടത് കിട്ടുന്നില്ല, അവകാശപ്പെട്ടത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളെ പരിരക്ഷിക്കുന്നില്ല, ഞങ്ങളെ പരിഗണിക്കുന്നില്ല. ഈ ആവലാതികളുമായി പിന്നെ കോടതിയിലേക്ക് ആളുകൾ വരും. പിന്നെ സർക്കാരും കോടതിയും ഈ ജനങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ സാഹചര്യമാണെന്ന് ഇപ്പോൾ മുമ്പൊക്കെ കണ്ടിട്ടുള്ളത്. അതൊന്നും ഇവിടെ സംഭവിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശക്തമായൊരു സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ഇക്കാര്യത്തിലൊരു മാതൃക സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നതിലും അതിനെ അതിജീവിക്കുന്നതിലും മലയാളികൾ കാണിക്കുന്ന ആ ഒരു മാതൃക അതിൻ്റെ പുനരധിവാസത്തിലും ഉണ്ടാകുക എന്നുള്ളതാണ്. അത് സെറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ കൈവശം വന്നിരിക്കുന്നത്. അത് അവർ നിർവഹിക്കേണ്ടതുണ്ട്. നിർവഹിക്കാത്ത പക്ഷം അവർ ചോദ്യം ചെയ്യപ്പെടും. 100%. Meet the editors.